മെയ് 4 റിസൾട്ട് അറിയുമ്പോൾ LDF തോറ്റാൽ പിണറായി യുഗത്തിന് അന്ത്യമാകുമോ? കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. അങ്ങനെയാണോ ആഭ്യന്തര വകുപ്പിൻ്റെ ആ രഹസ്യ റിപ്പോർട്ട്? അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് വെളിച്ചം കാണുകയില്ല. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകില്ല എന്ന സൂചന താൻ വെച്ചത് തനിക്ക് തന്നെ കൊള്ളുന്നു എന്നതിൻ്റെ മറ്റൊരു വാക്കാണ്. കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുകയാണെങ്കിൽ CPM-ൽ അത് വലിയൊരു അധികാര മാറ്റത്തിനുള്ള വഴി മാറലായിരിക്കും. ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദശകമായ ഭരണത്തിലും 1/4 നൂറ്റാണ്ടായി CPM-ൻ്റെ അമരത്ത് നിൽക്കുന്ന പിണറായി വിജയൻ എന്ന യുഗത്തിന് അവസാനമാകും. പകരം രണ്ടാം നിര നേതൃത്വം പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. പാർട്ടിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ CPM നേതൃത്വത്തിൽ വൻ അഴിച്ചുപണിയാവും ഉണ്ടാകുക. പാർട്ടിയെ ഒരുക്കുന്നതിന് വേണ്ടി രണ്ടാം നിര നേതാക്കൾ ഒരാളെ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. പലരും അതിനുള്ള കുപ്പായവും തച്ച് മെയ് 4 റിസൾട്ട് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. KN ബാലഗോപാൽ, P രാജീവ് എന്നീ മുൻ മന്ത്രിമാരുടെ പേരുകളാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇവർ രണ്ടുപേരും ജയിച്ചു വരുമെന്നാണ് പാർട്ടിയുടെ ഉറച്ച പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഇതിൽ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പിനുണ്ടായ തിരിച്ചടി മറികടന്ന് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും അധികാരത്തിലേക്ക് അടുത്ത ടൈമിൽ കൊണ്ടുവരാനുമൊക്കെ ഇവർക്ക് സാധിക്കുമെന്നാണ് അടുത്ത പ്രതീക്ഷ. അങ്ങനെ മുന്നണി തോറ്റാൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കില്ല എന്ന കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, CPM ദേശീയ നേതൃത്വമാണ്. MA ബേബിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ തീരുമാനം. ഓർക്കണം, കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന CPM ഘടകത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിലോ കൈകടത്താനോ അഭിപ്രായം പറയാനോ നിർദ്ദേശം നൽകാനോ എന്തെങ്കിലും ഒരു വിലക്ക് കൊണ്ടുവരാനോ കേന്ദ്ര നേതൃത്വത്തിന് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇനി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ സജീവ ഇടപെടലുമായി എത്തുമെന്നാണ് സൂചന. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണ്ട എന്ന സൂചന ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ടാം നിര നേതാക്കൾ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ ഘടകത്തിൻ്റെ തീരുമാനം. കേരള രാഷ്ട്രീയത്തിൽ കഴിയുന്ന 1/4 നൂറ്റാണ്ടായി CPM-ൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചു വന്നിരുന്ന വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ. അതിനൊരു സംശയവുമില്ല. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പിണറായി യുഗം അവസാനിക്കാൻ സമയമായി എന്ന് തോന്നുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും എടുക്കുന്ന തീരുമാനം വളരെ വ്യക്തമായിരിക്കും. പിണറായിക്ക് പകരം മറ്റാരുണ്ടാകും എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറുന്ന നേതാവ് അവർ പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവാകുകയാണ് പതിവ്. എന്നാൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ചില ഘടകങ്ങൾ തടസ്സമാകും. അതിലൊന്ന് അനാരോഗ്യമാണ്. പല മുതിർന്ന നേതാക്കന്മാരെയും മൂലക്കിരുത്തിയ ആ ഒരു വാക്ക് അനാരോഗ്യം. VS അച്യുതാനന്ദനെ വരെ വീട്ടിൽ തളച്ചിടാൻ പാർട്ടി കണ്ടെത്തിയ ആ ചികിത്സാ വിധി. അനാരോഗ്യം ഇത്തവണ പല നേതാക്കൾക്കും CPM സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചിരുന്നു. 82 വയസ്സ് പിന്നിട്ട രോഗബാധിതൻ എന്ന് ആരോഗ്യ വിദഗ്ധർ വിധി എഴുതിയ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് നിലയിൽ സഭയ്ക്കുള്ളിലും പുറത്ത് കേരളത്തിലും സജീവമായി പ്രവർത്തിക്കാനൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഈ വിലയിരുത്തൽ. പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഭരണശൈലിക്കുള്ള തിരിച്ചടി എന്ന് മാത്രമേ പാർട്ടി എഴുതുള്ളൂ. എന്തായാലും പിണറായി വിജയൻ്റെ ഭരണശൈലിക്കും വ്യക്തിപരമായ ചില തീരുമാനങ്ങൾക്കും എതിരെയുള്ള ജനവിധി എന്ന് കരുതിയ പാർട്ടി ഘടകങ്ങൾക്ക് അങ്ങനെ ആശ്വസിക്കേണ്ടി വരും. പാർട്ടി ഇത് ചർച്ച ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന ശക്തമായ വാദം പാർട്ടിയുടെ ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുമെന്ന് സൂചനയുണ്ട്. പിണറായിക്ക് ശേഷം പാർട്ടി പാർലമെൻ്റ് രംഗത്ത് ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള പേരുകളാണ് നേരത്തെ പറഞ്ഞ KN ബാലഗോപാലും P രാജീവും. ഇരുവരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ഈ നേതാക്കൾക്ക് വളരെ അടുപ്പവും സഹകരണവുമുണ്ട്. 2021 നടപ്പാക്കിയ 2 ടൈം നിബന്ധന പോലെ ഈ തോൽവിക്ക് ശേഷം പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിലെ ഇപ്പോഴേയുള്ള ചർച്ചകൾ. പക്ഷേ അടിത്തറ തകർന്ന ഒരു പാർട്ടിക്ക് ആ പാർട്ടിയെ ഇനി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നതാകും ഇപ്പോഴത്തെ ആശങ്കാകുലമായ ചിന്തകൾ കീഴ്ഘടകങ്ങളുടേത്. പിണറായി വിജയൻ്റെ അപ്രമാദിത്വം കുറയുന്നതോടെ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ജനാധിപത്യം ഉണ്ടാകുമോ അതോ കൂടുതൽ അധികാര കേന്ദ്രങ്ങൾ, അതായത് ഗ്രൂപ്പിസം
ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയായി എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ മുഖ്യമന്ത്രി, അദ്ദേഹം ഒറ്റയ്ക്കാണ് പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് CPM-നുള്ളിലെ വിഭാഗീയത ശക്തമായി പുറത്തേക്ക് മറന്നേക്ക് വരുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ദേശീയ ഘടകത്തിന് അതിലെന്ത് ചെയ്യാൻ പറ്റും? കാരണം MA ബേബിയാണ് ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന രണ്ടാം നിര കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ, അതാരായാലും അവർ ദേശീയ ഘടകത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. തൊട്ടു പിന്നാലെ ജയിക്കുന്ന പാർട്ടി UDF എങ്കിൽ UDF, അവർ ഒരു സർക്കാർ രൂപീകരിക്കണം. അതിനുശേഷമാകും പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യത്തിന് CPM-ൽ നിന്നും ഒരു ഉത്തരമുണ്ടാകുക. കാരണം പാർട്ടിക്ക് അത്രയേറെ സമയമുണ്ട് ഒരു തീരുമാനമെടുക്കാൻ. എങ്കിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, 2 ടൈം കേരളം ഭരിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇനി പ്രതിപക്ഷ നേതാവെന്ന ഏകാംഗ ക്യാബിനറ്റ് പദവിയിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന ഒരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയായിരിക്കാൻ മാത്രമാണ് താല്പര്യം. പ്രതിപക്ഷ നേതാവായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ചതാക്കും, വിലയേറിയതാക്കും. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് പകരം മറ്റൊരു രണ്ടാം നിര നേതൃത്വത്തെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കാൻ പാർട്ടി ദേശീയ ഘടകം നിർബന്ധിതരാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.